ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ജെക്കെ അങ്ങനെ ബാറിലിരുന്നുകൊണ്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ജെക്കയുടെ അമ്മ ഫോണിലേക്ക് വിളിക്കുന്നത്. ജെക്കെ അപ്പോൾ തന്നെ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. കോൾ അറ്റൻഡ് ചെയ്തതും ജെക്കയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, മോനെ നീ എവിടെയാണ്? നീ ഇപ്പോൾ ഏത് അവസ്ഥയിലാണെന്ന് പോലും എനിക്കറിയുന്നില്ലല്ലോ. എത്ര ദിവസം വിളിച്ചിട്ടാണ് നീ ഇപ്പോഴെങ്കിലും ഫോൺ എടുത്തത്? എവിടെയാണെങ്കിലും അമ്മയുടെ കോളെന്ന് കണ്ടാൽ നിനക്ക് എടുത്തൂടെ? അവസാനമായി നീ ഇങ്ങോട്ടേക്ക് വന്നത് എപ്പോഴാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? ഇത്ര കാലമായി ഞാൻ നിന്നെ ഒന്ന് കണ്ടിട്ട് നീ എവിടെ ഇരിക്കുന്നു, എങ്ങനെ ഇരിക്കുന്നു ഒന്നും എനിക്കറിയില്ല. ഇതൊക്കെ അറിയാൻ നിനക്കിപ്പോൾ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. പോലും നീ ഓർക്കുന്നില്ലല്ലോ. ഇപ്പൊ പോലും നീ ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഇതിനാണ് ഈ വയസ്സാങ്കാലത്ത് നീ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? കിടക്കുന്ന ഏക മകൻ വരുമെന്ന് എനിക്ക് ഇതുവരെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ ആ പ്രതീക്ഷയെല്ലാം ഇല്ലാതായി കൊണ്ടിരിക്കുകയാണ്. എന്റെ അച്ഛന്റെ ഗതി എനിക്ക് വരുത്തരുത് മോനെ, നീ എന്നെ മറന്നോ എന്ന് ആ അമ്മ അങ്ങനെ സങ്കടത്തോടെ ചോദിക്കുകയാണ്. ജെക്കെ അപ്പൊ പറയുന്നുണ്ട്, ജീവശ്വാസം തന്ന് എന്നെ ഈ ലോകത്തേക്ക് വിട്ട അമ്മയെ ഞാൻ മറക്കുവോ? എന്നെല്ലാം ചോദിച്ച് അമ്മ എന്നെ നോവിക്കരുത്. ദൂരെയാണെങ്കിലും ഞാൻ അമ്മയുടെ അടുത്ത് തന്നെ ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെ ജെക്കെ പറയുമ്പോൾ ജെക്കയുടെ അമ്മ പറയുന്നുണ്ട്, എന്നാൽ നീ നിന്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവും, അമ്മയ്ക്ക് ഒന്നും അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ജെക്കയുടെ അമ്മ അങ്ങനെ കരയുമ്പോൾ ജെക്കെ പറയുന്നുണ്ട്, അമ്മ അങ്ങനെ കരയില്ലേ, ഇത് മാത്രമേ അമ്മയോട് പറയാനുള്ളൂ എന്ന് പറയാണ്. ജെക്കയുടെ അമ്മ അപ്പൊ പറയുന്നുണ്ട്, ഈ ഞായറാഴ്ച നീ ഇങ്ങോട്ടേക്ക് വരണം. പത്ത് ദിവസത്തെ പ്രത്യേകതയെക്കുറിച്ച് പറയാനാണ് ഞാൻ നിന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത്. ഞായറാഴ്ച അച്ഛൻ്റെ ശ്രാദ്ധമാണ്. ഇപ്പോൾ എന്തൊക്കെ തിരക്കുകളാണെങ്കിലും ഞായറാഴ്ച നീ ഇവിടെ എത്തിയിരിക്കണം. അച്ഛന് ശ്രാദ്ധം മുട്ടാൻ നീയൊരു മകൻ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ തവണത്തെ പോലെ ആവരുത്, നീ വരണം. അതും ചെയ്യാതിരുന്നാൽ അച്ഛൻ്റെ ആത്മാവിന് ഗതി കിട്ടാതെ പോവും. ശാപം നിന്നെ ഒരിക്കലും വിട്ടുപോവില്ല. നീ എന്നോട് ഒരു ഒഴിവുകേടും പറയരുത്. ഞായറാഴ്ച രാവിലെയാണ് ശ്രാദ്ധം. ആ സമയത്തെങ്കിലും നീ ഇവിടെ എത്തിയിരിക്കണം. അമ്മ നിന്നെ കാത്തിരിക്കും. നീ എന്തായാലും വരണമെന്ന് പറഞ്ഞ് അമ്മ അങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ്. എന്നിട്ട് തൻ്റെ മോനെ കുറിച്ചുള്ള നല്ല നിമിഷങ്ങൾ ഓർക്കുന്നുണ്ട്. ജെക്കെ ആണെങ്കിൽ കോൾ കട്ടായതും ആകെ സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷം ജെക്കെ വീണ്ടും ആ വെയിറ്ററിനെ വിളിച്ചു പറയുന്നുണ്ട്, ഡോ ഇവിടെ ആരുമില്ലേ? ഞാൻ ചോദിച്ച ആ ബ്രാൻഡ് ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് വായോ എന്ന് പറയാണ്. ജെക്കെ മദ്യം ഒഴിച്ചു കൊടുത്ത ആ വെയിറ്റർ അപ്പോൾ ജെക്കെ കണ്ടങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ജെക്കെ സാർ പിന്നെയും വിളിക്കുന്നുണ്ടല്ലോ, കുടിക്കാൻ തന്നെയാണല്ലോ. എന്തൊരു കുടിയാണ്, ഇങ്ങനെ കുടിച്ചാൽ സാറിന്റെ കൂമ്പ് കലങ്ങി പോവുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ജെക്കെയുടെ അടുത്തേക്ക് വരികയാണ്. ജെക്കെ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ ചോദിച്ചിട്ട് എത്ര നേരമായോടോ? ഞാൻ ചോദിച്ച ആ ബ്രാൻഡ് എടുത്തിട്ട് വായോ എന്ന് പറയുമ്പോൾ ആ വെയിറ്റർ പറയുന്നുണ്ട്, സാർ ഇപ്പൊ തന്നെ നല്ല ഓവറാണ്, ഇനിയും കഴിക്കണോ എന്ന് ചോദിക്കുമ്പോൾ ജെക്കെ പറയുന്നുണ്ട്, എടോ പണം തരുന്നതും ഞാനാണ്, കുടിക്കുന്നതും ഞാനാണ്, പിന്നെ തനിക്ക് എന്തിന്റെ കേടാണ്, പോയി എടുത്തിട്ട് വാടോ എന്ന് ജെക്കെ അങ്ങനെ പറയുകയാണ്. അപ്പോഴേക്ക് ഇതും കണ്ടുകൊണ്ടാണ് പാപ്പച്ചൻ അങ്ങോട്ടേക്ക് വരുന്നത്. അച്ഛൻ എന്നിട്ട് ജെക്കയോട് ചോദിക്കുന്നുണ്ട്, സാറേ കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ജെക്കെ പറയുന്നുണ്ട്, ഇല്ല കഴിഞ്ഞില്ല, താൻ എന്തിനാണ് ഞാൻ വിളിക്കാതെ ഇങ്ങോട്ടേക്ക് കയറി വന്നതെന്ന് ചോദിക്കുകയാണ്. പാപ്പച്ചനപ്പ പറയുന്നുണ്ട്, സാറിനെ കാണാനില്ല, അതുകൊണ്ട് തിരക്ക് ഇങ്ങോട്ടേക്ക് വന്നതാണെന്ന് പറയുന്നുണ്ട്. വെയിറ്റർ അപ്പോൾ പാപ്പച്ചനോട് പറയുന്നുണ്ട്, സാർ നിങ്ങൾ എങ്ങനെയെങ്കിലും ജെക്കെ സാറിനെ ഇവിടെ നിന്നും വിളിച്ചിട്ട് പോകണം, അല്ലെങ്കിൽ പണിയാവുമെന്ന് പറഞ്ഞ് ആ വെയിറ്റർ അവിടെ നിന്നും പോവുകയാണ്. പാപ്പച്ചൻ എന്നിട്ട് ജെക്കയോട് പറയുന്നുണ്ട്, സാറേ മതി സാറേ, ഇന്നിപ്പോൾ ഇത്ര മതി, നമുക്ക് പോവാം പറഞ്ഞുകൊണ്ട് ജെക്കയുടെ കൈ പിടിച്ചിട്ട് വരാനായി പറയാണ്. ജെക്കെ പറയുന്നുണ്ട്, ഇല്ല ഞാൻ വരില്ല, ഇതെല്ലാം ഫിനിഷ് ചെയ്തിട്ടേ വരുള്ളൂ എന്ന് പറയാണ്. പാപ്പച്ചനപ്പ പറയുന്നുണ്ട്, സാറേ ഇനി സാർ കുടിച്ചു കഴിഞ്ഞാൽ സാർ മരിച്ചു പോകും. അങ്ങനെ പാപ്പച്ചൻ പറയുമ്പോൾ ജെക്കെ പറയുന്നുണ്ട്, ഞാൻ കുടിച്ചു മരിച്ചാൽ ആർക്കാടോ കുഴപ്പം? ജെക്കെ ഈ ഭൂമിക്ക് ഒരു ഭാരമാണ്, ആ ഭാരം ഒഴിഞ്ഞു പോട്ടെ, തടയരുത് എന്നെ ആവശ്യമില്ലാത്ത ഈ ലോകത്ത്, പിന്നെ ഞാൻ എന്തിനാടോ ജീവിക്കുന്നത് എന്ന് ജെക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ പാപ്പച്ചൻ പറയുന്നുണ്ട്, സാർ അങ്ങനെ പറയരുത്, സാറിന് ആവശ്യമുള്ള ഒരുപാട് ആളുകൾ ഈ ലോകത്തുണ്ട്, സാറ് ഈ ലോകത്തിന്റെ ഭാരമല്ല, മറിച്ച് നന്മയാണ്. എനിക്ക് സാറിനെ പോലെ സാഹിത്യം പറയാൻ അറിയില്ല, പക്ഷേ അവരുടെയും അനുഭവത്തിൽ നിന്ന് പറയാണ്, കുടിക്കുന്നത് കൈവിട്ട കളിയാണ്, കുടിക്കുന്നത് സാറിന്റെ ആരോഗ്യത്തെ നശിപ്പിക്കും, ഇങ്ങനെ കുടിച്ചു നടക്കേണ്ട ആളല്ല സാറ്, തേക്ക് ഇത് മതി, നമുക്ക് പോവാം സാർ എന്ന് പറഞ്ഞ് വീണ്ടും പാപ്പച്ചൻ ജെക്കയുടെ കൈ പിടിച്ചു കൊണ്ടുപോവാനായി നിൽക്കുന്നതും ജെക്കെ കൈ മാറ്റാനായി നോക്കുകയാണ്. എന്നാൽ പാപ്പച്ചൻ ഒട്ടും വിടാതെ തന്നെ ജെക്കെ അങ്ങനെ പിടിക്കുന്നുണ്ട്. എന്നാൽ ദേഷ്യത്തോടെ ജെക്കെ ആണെങ്കിൽ മദ്യപിച്ച ലഹരിയിൽ പാപ്പച്ചനെ പിടിച്ചടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്നെ പിടിക്കാൻ താൻ ആരോടോ പോടോ എന്ന് പറയാണ്. പാപ്പച്ചനപ്പ പറയുന്നുണ്ട്, ഇല്ല ഞാൻ പോവില്ല, സാറ് ഇനിയും എന്നെ തല്ലി ഞാൻ കൊണ്ടോളാം, എന്നാലും ഈ അവസ്ഥയിൽ സാറിനെ വിട്ട് ഞാൻ പോവില്ല. ഞാൻ സാറിങ്ങനെ സ്വയം നശിക്കുന്നത്, സാറിന്റെ അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒരാളാണ് ഞാനും, സാർ എന്നെ എത്ര വേണമെങ്കിലും തല്ലിക്കോ സാറേ എന്ന് പാപ്പച്ചൻ അങ്ങനെ സങ്കടത്തോടെ പറയാണ്. പിന്നീട് പാപ്പച്ചൻ ജെക്കയെ അവിടെ നിന്നും വിളിച്ചുകൊണ്ട് പോവുകയാണ്. ജെക്കെ അപ്പോൾ പാപ്പച്ചനോട് തല്ലിയതിൽ ക്ഷമയെല്ലാം ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ഇത്രയും രുക്കും പറഞ്ഞതിനനുസരിച്ച് മഞ്ജു ചന്ദ്രാന്തത്തിലെത്തുകയാണ്. മഞ്ജുവിനോട് എന്നിട്ട് രുക്കു ചോദിക്കുന്നുണ്ട്, ചേച്ചി ഇങ്ങോട്ടേക്കാണ് വരുന്നതെന്ന് അമ്പാട്ടിലെ ആരെങ്കിലും അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ഇങ്ങോട്ടാണ് വരുന്നത്
വരുന്നതെന്ന് അവിടെ ആരോടെങ്കിലും പറയാൻ പറ്റുമോ? ഒക്കെ പോട്ടെ, നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചത്? അങ്ങനെ മഞ്ജു ചോദിക്കുമ്പോൾ രുക്കു ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഓ ചേച്ചി കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? അങ്ങനെ രുക്കു ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ഇല്ല ഞാനൊന്നും അറിഞ്ഞില്ല. എന്താണെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, വീട്ടിലെ സൂപ്പർ മോളുടെ കാര്യമാണ്. മഞ്ജു ഒന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു ഇല്ല ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുകയാണ്. പിന്നീട് അർച്ചനയുടെ ഓഫീസിൽ മധുബാല വന്ന് പ്രശ്നമുണ്ടാക്കിയതും ജെകെയും അർച്ചനയും തമ്മിലുള്ള റിലേഷനെ കുറിച്ചും എല്ലാ കാര്യങ്ങളും ചന്ദ്രയും രുക്കുവും കൂടി മഞ്ജുവിനോട് പറയാണ്. ഞാൻ കേട്ട് മഞ്ജു ആണെങ്കിൽ ആകെ അന്തം വിട്ട്, ഈശ്വര ഇതെല്ലാം ഉള്ളത് തന്നെയാണോ? അങ്ങനെ ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, വക്കീൽ ഓഫീസിൽ വെച്ച് നടന്ന കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞത്. ഇതിനെല്ലാം അവിടെ പലരും സാക്ഷികളാണ്. അങ്ങനെ രുക്കു പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഇത് ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. ചിന്തയാണ് അർച്ചനയ്ക്ക് ഈ തെറ്റ് ചെയ്യാനുള്ള ധൈര്യം കൊടുത്തത്. അങ്ങനെ ചന്ദ്ര പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, അർച്ചന ചേച്ചിക്ക് ഇങ്ങനെയൊരു ബന്ധമുണ്ടെന്ന് ബട്ട് വീട്ടിൽ പോയി പറഞ്ഞാൽ അവിടെ ആരും തന്നെ ഇത് വിശ്വസിക്കില്ല. ഇത് പറയാൻ ശ്രമിച്ചാൽ അനന്തേട്ടൻ എന്നെ തല്ലിയേക്കും എന്ന് മഞ്ജു പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നീ ഇതെല്ലാം അവിടെ പോയി പറയണമെന്നില്ല. ഇതെല്ലാം വിശ്വസിക്കുന്ന ഒരുത്തനെ ഞങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ട്. ചന്ദ്ര പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, അച്ചുവിനോട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അറിഞ്ഞപ്പോൾ അവൻ മാനസികമായി തളർന്നു പോയി. അങ്ങനെ രുക്കു പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, അച്ചുവിനോട് നീ എല്ലാം പറഞ്ഞോ? ഓ അതുകൊണ്ടായിരിക്കും അല്ലെ ചേച്ചിയും അച്ചുവും ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞ് എന്തോ കഷപിശ ഉണ്ടായി. സമയത്ത് ചേച്ചി കരയുന്നത് ഞാൻ കണ്ടായിരുന്നു. പിന്നെ ചേച്ചി വന്ന് എല്ലാവരോടും ആ ഒരു ഭാവം കാണിച്ചതേ ഇല്ല. മഞ്ജു പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അവൾ ആ ഭാവം കാണിക്കില്ലല്ലോ, ഇവരെയും പറ്റിക്കുന്ന ഭൂലോക കള്ളിയല്ലേ അർച്ചന. അങ്ങനെ പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, മഞ്ജു ചേച്ചി ഈ കാര്യങ്ങളെല്ലാം വേണ്ടതുപോലെ കൈകാര്യം ചെയ്യണം. ഇതെല്ലാം അമ്പാട്ട് വീട്ടിൽ വേണ്ടതുപോലെ തന്നെ ഓപ്പറേറ്റ് ചെയ്യണം ചേച്ചി. ചേച്ചിയുടെ 2 അനിയന്മാരും അവരെ തള്ളിപ്പറയണം. രുക്കു പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അർച്ചനയുടെ മോളും അവളെ കുത്തി നോവിക്കണം. അർച്ചനയ്ക്ക് വക്കീൽ ഓഫീസിലോ കോടതിയിലോ പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയുണ്ടാവണം. അങ്ങനെ ചന്ദ്ര പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, അർച്ചനേച്ചി ഈ ആൾക്ക് അടുത്ത് ഒരു വീട് പോലും ശരിയാക്കി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ജു പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്നതിനനുസരിച്ച് മേനോൻ സാറിന്റെ വീടാണെങ്കിൽ നിങ്ങൾ പറയുന്ന ആൾക്കല്ല കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. വീട് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത് പ്രശസ്തനായ സാഹിത്യകാരൻ ജെ.കെ. സാറാണ്. ഇവന്റെ കോളേജിലെ അധ്യാപകനാണ് ജെ.കെ. എന്ന് പറഞ്ഞിട്ടാണ് ആ വീട് അയാൾക്ക് വാടകയ്ക്ക് കൊടുത്തത്. ഞാനാണെങ്കിൽ ഇപ്പോൾ ആകെ പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണല്ലോ. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ എങ്ങനെയാണ് അവിടെ പോയി പറയുക? പറഞ്ഞാൽ അനന്തേട്ടൻ എന്നെ തല്ലാനായി വരുമെന്ന് പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, എന്ന് കരുതി ഇതെല്ലാം അനന്തേട്ടനോട് പറയാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ രുക്കു പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അച്ഛനെ നാറിയ സ്ഥിതിക്ക് അവളെ പരമാവധി നാറ്റിക്കണം. മഞ്ജുവാണ് ഇതിനെല്ലാം ഞങ്ങളെ സഹായിക്കേണ്ടത്. മഞ്ജു ഇതിനെല്ലാം ഞങ്ങളെ സഹായിച്ചാൽ ചന്ദ്രകാന്തത്തിൽ നിന്ന് ഒരു വിലപ്പെട്ട സമ്മാനം മഞ്ജുവിനോട് തരും. മുമ്പും മഞ്ജുവിന് ഇതുപോലെയൊക്കെ തന്നിട്ടുണ്ടല്ലോ എന്ന് ചന്ദ്ര അങ്ങനെ പറയുമ്പോൾ മഞ്ജു ആണെങ്കിൽ എല്ലാം എങ്ങനെ കൈകാര്യം ചെയ്യുന്ന ആലോചിച്ച് പേടിച്ചങ്ങനെ നിൽക്കുകയാണ്. രുക്കോപ്പ പറയുന്നുണ്ട്, എന്നാലുമില്ല ഇതെല്ലാം ചേച്ചി എന്നെ ഹാൻഡിൽ ചെയ്യണം. എല്ലാം കൈകാര്യം ചെയ്യാൻ ചേച്ചിക്ക് ഒരു പ്രത്യേക കഴിവാണ്. അങ്ങനെ പറയുകയാണ്. അതിനുശേഷം മഞ്ജു പോവാനായി പുറത്തേക്ക് ഇറങ്ങുകയാണ്. രുക്കുവും ചന്ദ്രയും അപ്പൊ കൂടെ വന്ന് പറയുന്നുണ്ട്, പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം. ഉള്ള കാര്യങ്ങൾ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ഇതിനെക്കുറിച്ച് വീട്ടിൽ ചർച്ചയുണ്ടാക്കാനും മഞ്ജു ചേച്ചിക്ക് പ്രത്യേക കഴിവാണെന്ന് രുക്കു അങ്ങനെ പറയുന്നുണ്ട്. ചന്ദ്രപ്പ പറയുന്നുണ്ട്, അമ്പാട്ട് വീട്ടിൽ കുറച്ചെങ്കിലും ലോകവിവരമുള്ളത് മഞ്ജുവിന് മാത്രമാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ മഞ്ജുവുമായി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയത് എന്നെല്ലാം ചന്ദ്ര അങ്ങനെ പറയാണ്. അങ്ങനെ മഞ്ജുവിനെ കുറിച്ച് ചന്ദ്രയും രുക്കുവും മാറി മാറി പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കേട്ട് മഞ്ജു ആണെങ്കിൽ ഇതെല്ലാം വിശ്വസിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ മഞ്ജു അവരോട് യാത്ര പറഞ്ഞ് ഇറങ്ങാനായി നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ആര്യ ഒരു ഓട്ടോറിക്ഷയിൽ വരുന്നത്. ആര്യയെ കാണുന്നതും ചന്ദ്ര ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ട്യൂഷന് പോവാതെ ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വന്നത്? എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ആര്യ പെട്ടെന്ന് കരയാണ്. ഈ കരയുന്നത് കണ്ട് ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്താണ് നീ കരയുന്നത്? എന്താണ് കാര്യം പറയുന്ന അങ്ങനെ ചോദിക്കുക. ദീപ പറയുന്നുണ്ട്, അമ്മേ ഞാൻ ട്യൂഷന് പോയതാണ്. ബസ് സ്റ്റോപ്പിൽ വെച്ച് ചിന്നുവിനെ കണ്ടു, അവളെന്റെ മുഖത്തടിച്ചു എന്ന് ആര്യ അങ്ങനെ കരഞ്ഞുകൊണ്ട് പറയാണ്. ഇത് കേട്ട് ചന്ദ്രയും രുക്കുവും മഞ്ജുവും ആകെ ഷോക്കായി അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് അവര് മാറി മാറി ആര്യയോട് ചോദിക്കുന്നുണ്ട്, അവൾ എന്തിനാണ് തല്ലിയത്, എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ആര്യ ഒന്നും പറയാതെ അകത്തേക്ക് പോവുകയാണ്. ജോപ്പ പറയുന്നുണ്ട്, പിള്ളേര് തമ്മിൽ എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ടല്ലോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ പോയി പറയാനും പറ്റില്ലല്ലോ. ഇങ്ങോട്ടേക്ക് വന്നത് ആർക്കും അറിയില്ലല്ലോ. അപ്പൊ പിന്നെ ഈ അറിഞ്ഞ കാര്യം എങ്ങനെ വീട്ടിൽ പോയി പറയാനാണ്? അങ്ങനെ മഞ്ജു പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, മഞ്ജു ഇപ്പൊ ചെല്ലെന്ന് പറയാണ്. അങ്ങനെ മഞ്ജു പോവുകയാണ്. ഈ കരയുന്നത് കണ്ട് ചന്ദ്രയും രുക്കും അപ്പൊ തന്നെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ മഞ്ജു പകുതി വഴിയിലെത്തി തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്,
ബാട്ടിൽ ചെന്ന് ഈ കാര്യം മറ്റൊരു രീതിയിൽ അവതരിപ്പിച്ച് ചിന്നുവിന് 2 വഴക്ക് മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു അവിടെ നിന്നും പോവുകയാണ്. അതിനുശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആര്യയോട് വന്ന് ചന്ദ്ര പറയുന്നുണ്ട്, നീ എങ്ങനെ കരയരുത്, അത് അമ്മയ്ക്ക് സഹിക്കില്ല. നീ തല്ലിയിരിക്കുന്നത് ചിന്നുവാണ്, ഞാൻ അതെങ്ങനെ സഹിക്കും, വലിയ നാണക്കേടായല്ലോ എന്ന് ചന്ദ്ര അങ്ങനെ പറയുമ്പോൾ രുക്കു ചോദിക്കുന്നുണ്ട്, അവള് തല്ലിയപ്പോ നിനക്ക് 2 അങ്ങോട്ട് തിരിച്ചു കൊടുക്കായിരുന്നില്ലേ, ഉള്ള ആരോഗ്യം നിനക്കുണ്ടല്ലോ, പിന്നെ എന്താടി നീ അവൾക്ക് തിരിച്ചു കൊടുക്കാതിരുന്നത്. രുക്കു ചോദിക്കുമ്പോൾ ആര്യ പറയുന്നുണ്ട്, എനിക്ക് ചിന്നുവിനെ ആ സ്പോട്ടിൽ വെച്ച് തന്നെ അടിക്കാമായിരുന്നു. ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നത്, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ഛനെ വിളിച്ച് അവൾ അതെല്ലാം അപ്പൊ പറയുമായിരുന്നു. ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം അച്ഛൻ അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വന്ന് എന്നെ തല്ലില്ലേ എന്നങ്ങനെ ആര്യ പറയുമ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, അതുപോട്ടെ നിന്നെ എന്തിനാണ് അവള് തല്ലിയത്, ആ കാര്യം നീ പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. ആര്യ ഇപ്പൊ പറയുന്നുണ്ട്, അവളെ കണ്ടപ്പോ ഞാൻ അവളുടെ അമ്മയുടെ വിഷയം സംസാരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ആര്യ ചിന്നുവുമായി സംസാരിച്ച എല്ലാ കാര്യങ്ങളും അവരോട് തുറന്നു പറയാണ്. കേട്ട കാര്യമാണ് ചിന്നുവിനോട് പറഞ്ഞത്, അതെല്ലാം അവൾക്ക് കൊണ്ടു. സത്യമായിട്ടാണ് അവൾ എന്നെ തല്ലിയത്, അച്ഛനോട് ഞാൻ ഈ കാര്യം എങ്ങനെ പറയാനാണ്, എന്നോട് പറഞ്ഞാൽ അച്ഛൻ അവളെ വിളിച്ച് വഴക്ക് പറയൊന്നുമില്ലല്ലോ. അങ്ങനെ ആര്യ പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നിന്റെ അച്ഛന് ഈയിടെയായിട്ട് ചിന്നുവിന്റെ ഭ്രാന്ത് കൂടിയിരിക്കുകയാണ്, ഏട്ടനോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, വിജയേട്ടൻ കാരണം ഞാനും എന്റെ മോളുമാണ് ഇപ്പൊ നാണം കെടുന്നത്. അങ്ങനെ ചന്ദ്ര പറയുമ്പോൾ ആര്യ പറയുന്നുണ്ട്, എന്നെ തല്ലിയതിന് ഞാൻ അവൾക്ക് പണി വാങ്ങിക്കൊടുക്കും, നേരിട്ടൊന്നും ചെയ്യില്ല, നേരിട്ട് ചെയ്താലല്ലേ ഞാനാണെന്ന് അറിയുള്ളൂ. ആര്യ പറയുമ്പോൾ രുക്കിന് ഒരുപാട് സന്തോഷാവാണ്. രുക്ക് ആര്യയോട് പറയുന്നുണ്ട്, നീ ഇപ്പോഴാണ് ചന്ദ്രകാന്തത്തിലെ പെണ്ണായത് എന്ന് പറയാണ്. ചന്ദ്രയും അപ്പോൾ ആകെ അങ്ങോട്ട് സന്തോഷിച്ച് നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.